ഇന്റർവ്യൂകളിൽ ഇപ്പോൾ വരുന്ന ഈ ക്ലാരിറ്റി ലൈഫ് ലെസൺസ് ഒക്കെ പറയുന്ന അജു വർഗീസ് അതെങ്ങനെ പ്രയോജനപ്പെട്ടു? പണ്ടും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആസിഫ് അലിയുടെ കരിയർ സൈൻ വേവ് പോലെയാണെന്നൊക്കെ പറയാം. അത് എവിടെ നിന്ന് കിട്ടുന്നു അതൊക്കെ? ഞാൻ എഞ്ചിനീയറാണ്, സൈൻ വേവ് അറിയാം. എനിക്കറിയാമല്ലോ, സയൻസ് സ്റ്റുഡൻ്റ് അല്ലേ. എനിക്ക് പക്ഷേ തോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരാൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുമ്പോൾ ഞാൻ അയാളെ സന്തോഷിപ്പിക്കാൻ കുറച്ചും കൂടി പറയും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, എൻ്റെ അരിയേഴ്സ് 9 എനിക്ക് ഫൈനൽ സെമ്മിൽ. ഞാൻ 15 20 പറയും. അപ്പോൾ അയാളുടെ ഒരു സന്തോഷം എനിക്കൊരു സന്തോഷമാണ്. നമ്മുടെ തോൽവിയിൽ ഒരാൾ ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര സ്ട്രേഞ്ച്, ഐ നോ ദാറ്റ്. സാധാരണ എല്ലാവരും വിഷമിക്കാറേ ഉള്ളൂ. സാജൻ ബേക്കറി പൊട്ടി എല്ലാവരും തെറി പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായിരുന്നു. പൊതുവിൽ ഈ നടന്മാർ വളരെ ആത്മരതിയുള്ള ഭയങ്കര നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, നോട്ട് ഇൻ ദ റോങ് സെൻസ്, അങ്ങനത്തെ ആളുകളാണെന്നുള്ള ഒരു ധാരണ. നിന്നെ മാറ്റാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അതായത് ആ പറയുന്ന ആളെ ഞാൻ തിരുത്തിക്കാമെന്നു. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. ജീവിതത്തിൽ ഓരോരുത്തരെ പ്രൂവ് ചെയ്ത് നടക്കുക എന്നൊക്കെ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വെറുതെ ഈഗോടെ പുറത്തെടുത്ത് വെക്കുന്നതല്ലേ. ഞാൻ വളരെ മടിയനാണ്. എനിക്ക് അങ്ങനെ കുഴപ്പമില്ല, നീ എന്ത് വിചാരിച്ചാലും നീ എന്ത് പറയും. പക്ഷെ 150 രൂപ മുടക്കുന്ന പ്രേക്ഷകനോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെയാണ് ഞാൻ വിചാരിച്ച ഇത്രയും വർഷം അവർ നമ്മളെ സഹിച്ചില്ലേ, നമ്മളുടെ ഇപ്പം നമ്മൾ ഇനിയും എഫക്റ്റീവായിട്ട് കുറച്ച് ശ്രമകരമായി പണിയെടുക്കണം എൻ്റെ ജോലിയിൽ. ആ ഉത്തരവാദിത്തങ്ങൾ ഇവിടുത്തെ റിവ്യൂവേഴ്സ് കാരണം തന്നെ വന്നതാണ്. അത് ഞാൻ അങ്ങനെ തന്നെ അവർക്ക് അതിനുള്ള ക്രെഡിറ്റും കൊടുക്കും. കാര്യം ശ്രദ്ധ കൂടുതൽ. പക്ഷെ ബാക്കി കാര്യങ്ങളിലൊന്നും എൻ്റെ വിഷയമല്ല. പടക്കുതിര എന്നുള്ള സിനിമയിൽ ഈ എന്റർടൈൻമെന്റ് തലം ഉണ്ടല്ലോ. ഇപ്പോൾ എന്റർടൈൻമെന്റ് ആളുകൾ എങ്ങനെ നോക്കിക്കാണുന്നതെന്നും കറക്റ്റായിട്ട് ക്ലാരിറ്റി കിട്ടാത്തൊരു സമയത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം 12 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മദഗജരാജ എന്നുള്ള എല്ലാ അർത്ഥത്തിലും കൊമേഴ്ഷ്യലി എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻട്രോ ഫൈറ്റും ഇൻട്രോ സോങ്ങും ഒക്കെ ഉള്ള ഒരു സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അങ്ങനത്തെ സിനിമ മിസ്സാവുന്നു. അവിടുത്തെ തമിഴ് സിനിമകളുടെ ടെംപ്ലേറ്റ് ഒക്കെ മൊത്തം മാറിയല്ലോ. പക്ഷെ അങ്ങനത്തെ സിനിമ മിസ്സാവുന്നു ശരിക്കും. അപ്പോൾ ഈ പടക്കുതിര എന്റർടൈൻമെന്റ് സോണിലൊക്കെ മലയാളത്തിന്റെ എവിടെയാണ് അതിന് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക? നമ്മുടെ പണ്ടത്തെ ഈ മുത്താരംകുന്ന് പിയോ ആ സ്പേസിലാണോ നിൽക്കുക? അതായത് എവിടെയാണ് പടക്കുതിര പ്ലേസ് ചെയ്യാൻ സാധിക്കുക? പടക്കുതിര ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്. അതിലൊരു ഹ്യൂജ് ഫാക്ടർ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് തന്നെയാണ്. തമാശകൾ, വെർബൽ ഹ്യൂമർ, വെർബൽ സാഹചര്യം, ഇൻസിഡന്റൽ, എല്ലാ അർത്ഥത്തിലും ഒരു ഹ്യൂമർ ട്രാക്കിലൂടെ പോകുന്ന സിനിമ തന്നെയാണ്. പക്ഷെ നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹ്യൂമർ കുറഞ്ഞു പോയാൽ അവർ പറയും ഹ്യൂമർ ഇല്ലാന്ന്. അപ്പോൾ തൽക്കാലം കഞ്ഞി ഉള്ളൂ എന്ന് പറ. ബിരിയാണി കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പടം കിട്ടിയില്ലെങ്കിൽ പോലും കുറ്റം കേൾക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈൻമെന്റ് ഫിലിം തന്നെയാണ്. ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫൺ സിനിമ ആണ്. ഏകലവ്യൻ റിലീസായ സമയത്ത് ശ്രീപത്മ എന്ന് പറയുന്ന തിയേറ്ററിലെ സ്ക്രീനുകൾ കത്തിച്ചിട്ട് ആളുകളെ കയറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അതിനകത്ത് അത്രയും വെയിറ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു അതിനെ കത്തിച്ച ആളുകളുടെ ഉള്ളിലത്തെ ആകുലത. അത്രയും ചങ്കൂറ്റം ഉണ്ടായിരുന്നു എൻ.ജി. പണിക്കർ സിനിമകളുടെ റൈറ്റിങ്ങിന്. പിന്നീട് അത് എവിടെയാണ് പോയത്? അങ്ങനത്തെ സിനിമകളെ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ പിന്നീട് അത്തരം സിനിമകൾ എഴുതിയിട്ടില്ല. ഞാൻ 2012 ശേഷം സിനിമ എഴുതിയിട്ടില്ല. ഞാൻ 2012 എഴുതിയ സിനിമകളിലും ഞാൻ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെയാണ് എഴുതിയത്. അത് ഏതൊക്കെ നിലയ്ക്കാണ് ഏതെല്ലാം കാലങ്ങളിൽ പ്രവർത്തിക്കുക പ്രേക്ഷക മനസ്സുകളിൽ എന്നുള്ളത് ഒരു മാറിക്കൊണ്ടിരിക്കുന്ന സെൻസിബിലിറ്റിയുടെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെടുന്നതാണ്. ഞാൻ ഇനിയൊരു സിനിമ എഴുതിയാലും എന്നിൽ അത്തരം നിലപാടുകളും അത്തരം പൊളിറ്റിക്സും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാറിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഏറ്റവും രസത്തിൽ ആസ്വദിച്ചിരുന്നൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ അന്ന് റിയൽ ലൈഫിലുണ്ടായിരുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫുമായി സാമ്യം തോന്നുന്ന ചില ക്യാരക്ടേഴ്സിൻ്റെ കാരിക്കേച്ചർ രൂപങ്ങൾ സിനിമയിൽ കാണാമായിരുന്നു. പ്രജയിൽ അന്നത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയാധികാരൻ്റെ മകളുടെ രൂപത്തിനോട് സാമ്യം തോന്നുന്ന ഒരു കഥാപാത്രം വന്ന് പെട്ടെന്ന് പോപ്പിനായി. അല്ല, പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പോപ്പിനായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ സാധ്യമാണ്. സിനിമകൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് അന്നുണ്ടാകുന്ന കാര്യങ്ങൾ വിഷ്വലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ സമ്പ്രദായമില്ല. ന്യൂസ് ചാനലുകളില്ല. ഇന്ന് കാണുന്നത് പോലെ സോഷ്യൽ മീഡിയ ഇല്ല. എന്ത് സംഭവിച്ചാലും അത് ആ സ്പോട്ടിൽ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളില്ല, സെൽഫോണില്ല. മീഡിയ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ പരിമിതികൾ സമൃദ്ധമായിരുന്നൊരു കാലത്താണ് അത്തരം സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു അത്ഭുതമാണ്. ഇന്ന് നിങ്ങൾ രാവിലെ ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഒരു സ്കൂട്ടർ പറഞ്ഞാൽ അന്ന് കാണും. ഏതെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് ഒരാൾ അയാളുടെ അധികാരം
അമിതമായി പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ആ സമയത്ത് അത് കാണും. ഒരു പോലീസ് അട്രോസിറ്റി ഉണ്ടായാൽ നിങ്ങളത് കാണും. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു നാവുപിഴ ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടും. സോ അത്തരം പോസിബിലിറ്റീസ് ഇല്ലാതായി, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പുതുമ ഇല്ലാതായി. ഞാൻ അത്തരം സിനിമകൾ എഴുതുമ്പോൾ അത് അന്നത്തെ കാലത്തൊരു ബോൾഡായിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇന്ന് അതിലൊരു ബോൾഡ്നെസ് ആളുകൾ കാണുന്നതിൻ്റെ സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ആ കാലത്തിൻ്റെ മാധ്യമ പരിമിതികളാണ് അത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ കാരിക്കേച്ചറുകളെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു രസവും അത്ഭുതവും നിക്ഷേപിച്ചിരുന്നത്. ഇപ്പം അതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഞാൻ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും കാര്യം പറഞ്ഞ് ഞാൻ എന്നോട് കമ്പയർ ചെയ്തതല്ല. അത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാര്യമില്ല. ശരീരഭാഷയാണ്. അതൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ അയാളുടെ കഥാപാത്രത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം. അതിൽ പരാജയപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രകടമായി പോകുന്നത്. അജു പേഴ്സണലി ഒരു രഞ്ജി പണിക്കർ ആരാധകൻ എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹം ഫഹദ് ഫാസിലിനെ വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലൊരു നായകനായിരിക്കും അജു കാണുക? ഇപ്പോൾ കിങ്ങിലൊക്കെ പോലെ യു ആർ മൈ എൻഡ്സ് മീൻസ് ആൻഡ് മിഷൻ എന്ന് പറയുന്ന ഫഹദിനെ ആയിരിക്കുമോ കാണുക, അതോ പുതിയൊരു ഫഹദിനെ രഞ്ജി പണിക്കർ ഭാഷ്യത്തിൽ കാണാനാണോ ആഗ്രഹിക്കുക? പടക്കുതിര വർക്ക് ചെയ്തപ്പോൾ തൊട്ട് അതിനു മുമ്പ് ഞാൻ സാറിൻ്റെ കൂടെ അത്യാവശ്യം 3-4 സിനിമകൾ ക്ലോസ് കോമ്പാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടക്കുതിര വർക്ക് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായി ആ പശുപതിയിൽ നിന്ന് പോയ ഹ്യൂമർ അത് അൺടാപ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. സാറിനും താല്പര്യമില്ല, സാറും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ അത് ഹ്യൂജ്ലി സാറിൻ്റെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ സാറ് ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായം കടന്ന് ജീവിതം കണ്ട് പരുവപ്പെട്ട് ഇതിലൊക്കെ ഇത്ര ഉള്ള കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് ഒക്കെ മാറുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് വരുന്നതിൻ്റെ ആവാം. ആ സൈഡ് സാറ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം മമ്മൂക്കയെ വെച്ച് ചെയ്താൽ കണ്ടാൽ കൊള്ളാമെന്നും ഞാൻ പറഞ്ഞു. ബിക്കോസ് ആഫ്റ്റർ പ്രാഞ്ചിയേട്ടൻ, എനിക്ക് പ്രാഞ്ചിയേട്ടൻ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഫിലിംസ്, ക്യാരക്ടേഴ്സ്, എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഫിലിംസിൽ ഒരു ക്യാരക്ടറാണ് അരിപ്രാഞ്ചി. അത് ആ ഒരു കോമ്പിനേഷൻ രഞ്ജിത്ത് സാർ മമ്മൂക്കയാണ്. ഫയർ ബ്രാൻഡ് സിനിമകളാണ് അവർ കൂടുതലും ചെയ്തത് അല്ലേ? അതേപോലെ തിരിച്ചുള്ളൊരു കോൺട്രാസ്റ്റ് എഴുത്ത് അദ്ദേഹത്തിനോടൊപ്പം വന്ന എനിക്കെന്തോ ഭയങ്കര ചിരിക്കാനുള്ള നല്ലൊരു കഥാപാത്രത്തെ കാണാൻ എനിക്കൊരു ഭയങ്കര ഒരു ഗട്ട് ഫീൽ. 3 പേരോടും അവസാനമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ സിനിമകളിൽ അല്ലെങ്കിൽ ഇന്നിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ പെട്ടുപോകുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പെട്ടുപോകുക എന്നുള്ളതൊരു മോശം ടെർമിനോളജി ആയിരിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വളരെ ഒരു ഡിമാൻഡിങ് ഫാക്ടറായി നിലനിൽക്കുന്നുണ്ട് എഴുത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യവൽക്കരണത്തിൽ. ഉദാഹരണത്തിന് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ ശരീരങ്ങളെ എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കേണ്ടത്, അതിനൊക്കെ ഇന്ന് കൃത്യമായിട്ടുള്ള മാർഗരേഖകളൊക്കെ ഉള്ളതുപോലെയാണ്. ഇതിനെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ഒരു ക്രിയേറ്റർ ഇതിനെ എവിടെയാണ് നോക്കിക്കാണേണ്ടത്? ഒരു കാലം സൃഷ്ടിക്കുന്ന അത്തരം മാൻഡേറ്റുകളെ നിഷേധിക്കുമ്പോഴും അതിജീവിക്കുമ്പോഴുമാണ് ലോകത്ത് ഏറ്റവും വലിയ കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുള്ളത്. ഈ മാൻഡേറ്റുകൾ ആരുണ്ടാക്കുന്നതാണ്? ആരുടെ മാൻഡേറ്റാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. There ends it. ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എന്താണ്? സോഷ്യൽ മീഡിയ. ലെവലേഷല്ല, അനാർക്കിയാണ്. അവിടെ ഏത് മാൻഡേറ്റിനാണ് സർവൈവ് ചെയ്യാൻ പറ്റുക? ഐ ഓൾസോ ഗെസ് ഇപ്പം നമ്മളൊരു ക്യാരക്ടേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സിനിമ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദോസ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ കഥാപാത്രം നിങ്ങൾ രാമായണം സിനിമ ഉണ്ടാക്കിയാൽ സീതയെ അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതല്ല ഏറ്റവും വലിയ അട്രോസിറ്റി. ബട്ട് ഹാവ് ടു ഡു ഇറ്റ്. അതല്ല, അത് പുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രകാരം സീതയെ തീയിലൂടെ പ്രവേശിപ്പിച്ചിട്ട് പരിശുദ്ധി തെളിയിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പിക്ചറൈസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യും? അതെ, ലക്ഷ്മണനും ആറുമുലയും മുറിക്കേണ്ടിയും വരും, ശൂർപ്പണഖയുടെ മുല മുറിക്കേണ്ടി വരുമല്ലോ. അത് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും. അത്തരം മാൻഡേറ്റുകളൊന്നും ഒരു കാലത്തും അത് നിങ്ങൾ സാഹിത്യത്തിലാവട്ടെ സിനിമയിലാവട്ടെ എവിടെയാണത് അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു ബാധ്യതയുടെ പ്രതിക്കൂട്ടിലിരുന്നു കൊണ്ട് ഒരാൾക്ക് സാഹിത്യ സൃഷ്ടിയോ ചലച്ചിത്ര സൃഷ്ടിയോ നടത്താൻ പറ്റുമോ? അതൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരു മാർക്കറ്റിംഗ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ആര് തീരുമാനിച്ചു? സോഷ്യൽ മീഡിയ തീരുമാനിച്ചു, മീഡിയ തീരുമാനിച്ചു, നിയമം തീരുമാനിച്ചു. അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഫാക്ടറാണ് പ്രധാനം. ആ മനുഷ്യത്വത്തിൻ്റെ പോർട്രയൽസാണ് എല്ലാ കലാസൃഷ്ടികളും, ഏറിയും കുറഞ്ഞും.
അതിനപ്പുറത്തേക്ക് ഒരു മാൻഡേറ്റും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് യുദ്ധം നിരോധിക്കാൻ പറ്റുമോ? ഏറ്റവും ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യം. സാധിക്കില്ല. പൊളിറ്റിക്കലി കറക്റ്റാണോ യുദ്ധം? യുദ്ധമല്ലേ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് അടിസ്ഥാനപരമായിട്ട്, അതിൽ വേർതിരിവൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റികളെ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാൻഡേറ്റ് ചെയ്യുന്നു. ലോകം മുഴുവൻ എല്ലാ യുദ്ധഭൂമികളിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്, കുഞ്ഞുങ്ങളുമാണ്. സോ ഹൗ ഡു യു റീറ്റ് ഇറ്റ്? ഹൗ ഡു യു അനലൈസ് ഇറ്റ്? രഞ്ജി പണിക്കരുടെ മകൻ ഈ അടുത്തൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അറിഞ്ഞതിൽ രഞ്ജി പണിക്കരുടെ മകൻ്റെ സോഴ്സ് രഞ്ജി പണിക്കരാണ്. അയാളുടെ അഭിപ്രായങ്ങളുടെ സോഴ്സ് രഞ്ജി പണിക്കരല്ല. അത് ഉത്തരവാദിത്വം ഒക്കെ രഞ്ജി പണിക്കരുടെ മകൻ്റെ അഭിപ്രായങ്ങൾ. അയാൾ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടേതായ നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അയാൾക്ക് അതിൻ്റേതായ ശരികളും തെറ്റുകളുമുണ്ട്. എന്നോട് ചോദിച്ചിട്ട് സ്വന്തം നിലപാടുകൾ തീരുമാനിക്കേണ്ട ഒരു പരാധീനത എൻ്റെ മകനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കാര്യം. ഈ കടുപ്പമൊന്നും പക്ഷെ പടക്കുതിരക്കില്ല. പടക്കുതിര ഏറ്റവും ആയാസപൂർവ്വം കണ്ട് ചിരിച്ച് രസാവഹമായിട്ട് അനായാസം ചിരിച്ച് രസാവഹമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അതിന് ആ വിധത്തിൽ തന്നെ ആളുകൾ കാണട്ടെ. എല്ലാ വിധത്തിലുള്ള സിനിമകൾക്കും ഇന്ന് സ്കോപ്പുള്ള ഒരു സമയത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. 3 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു സോ മച്ച്.